This program is sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോക്സിൽ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ ഒരു ബൈങ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നമുക്ക് ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷൻ പിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹൈ പ്രോബബിൾ സെറ്റപ്പാണ് നമുക്ക് ഫോം ചെയ്യാൻ. ഇത് US 3 times US ഇൻവെസ്റ്റിംഗ് ചാമ്പ്യനായ ഡേവിഡ് റയാൻ എന്ന് പറയുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡാണ്. റിസ്ക് മാനേജ്മെന്റ് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ബെസ്റ്റ് സെക്ടർ റൊട്ടേഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതിലാണ്. അതായത് സ്ട്രോങ് സെക്ടേഴ്സിൽ സ്ട്രോങ് കാൻഡിഡേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഡൗൺഫോൾ വരാൻ ചാൻസ് കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന കുറേ ടൂൾസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മളെ ഇവിടുത്തെ റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും RSI അതുപോലെ സൂപ്പർ ട്രെൻഡ് ഇങ്ങനത്തെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് ഇത്രയും നമുക്ക് ആൾക്കാരിലേക്ക് ലോസ് അല്ലെങ്കിൽ അവർ ഈ ട്രേഡിങ് സ്കാമാന്ന് പറഞ്ഞു പോകുന്നവർ കൂടുതലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ എത്ര നല്ല സ്റ്റോക്കാണെങ്കിലും നമ്മൾ മേ ബി നമ്മളെ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മളെ പോർട്ട്ഫോളിയോ ഏറ്റവും നല്ല തിളങ്ങുന്ന സ്റ്റോക്കായിരിക്കും. ബട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നും അറിയാത്ത ഈ മാർക്കറ്റിൽ ബിഗിനറായി വന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പുതിയൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന സഫാനാണ് ഇന്ന് നമ്മളോടൊപ്പം മൈഫിൻ ടോക്സിൽ ജോയിൻ ചെയ്യുന്നത്. സഫാനെ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഇപ്പോൾ സഫാൻ സിംഗ് ആയതുകൊണ്ട് ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി നടത്തിയിട്ടായിരിക്കും ഒരു സിംഗ് ട്രേഡിന് വേണ്ടി പ്രിപ്പയർ ആവുന്നത്. അപ്പം സഫാൻ്റെ ഒരു രീതി വെച്ചിട്ട് എങ്ങനെയായിരിക്കും നല്ലൊരു സ്റ്റോക്ക് ഒരു സിംഗിന് വേണ്ടി ചൂസ് ചെയ്യണം? ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു മെത്തേഡ് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ്. അതായത് ക്വാണ്ടി ട്രേഡേഴ്സ് എന്നാണ് ഈ ഒരു കാറ്റഗറിയിൽ പറയാം. ഞാൻ ഇനീഷ്യലി 2020 ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നത്. ആ സമയത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ട്രേഡിംഗ് വ്യൂ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ ചാർട്ട് നോക്കിയിട്ട് കുറേ എനിക്ക് എൻ്റെതായ രീതികൾ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അന്ന് ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് അല്ല. ഇന്നിപ്പോൾ ആൻഡ്രോപ്പിക്കിൻ്റെ ക്ലൗഡ് എന്ന ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗിൽ ഇൻഡിക്കേറ്റേഴ്സ് ബിൽഡ് ചെയ്യാം. പൈൻ സ്ക്രിപ്റ്റ് പറയുന്ന ലാംഗ്വേജാണ് ട്രേഡിങ്ങിലുള്ളത്. അന്ന് അതൊരു ബാരിയർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കുറേ ഓൺലൈനിലൊക്കെ ഫ്രീലാൻസിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഐഡിയ വേറൊരാളിലേക്ക് എത്തുമോ, അതുപോലെ അവർ എത്രമാത്രം ട്രസ്റ്റബിൾ ആണ് ഈ ഓൺലൈനിലെ ഫ്രീലാൻസേഴ്സ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ അത് ഈ ഒരു മേഖലയിൽ ഞാൻ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാൻ ശ്രമിച്ച് പൈത്തൺ, മെഷീൻ ലേണിംഗ് ഈ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ യൂസ് ചെയ്ത ടൂൾസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ചാർട്ടിംഗ് പോലുള്ള ടൂൾസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഡെയിലി ചാർട്ട് അനാലിസിസ് സ്ക്രീനർ പോലെ അത് സ്ക്രീനിങ് പ്രോസസ്സിനായിട്ട് ഡെയിലി 500 സ്റ്റോക്സ് 600 സ്റ്റോക്സ് ഒക്കെ അതിനകത്ത് അല്ലെങ്കിൽ തന്നെ ഓൾറെഡി മറ്റേ ചാർട്ടിംഗ് ആണോ സ്ക്രീനർ ആണോ? ചാർട്ടിങ് 50 minutes ബ്രേക്ക് ഔട്ട്. നമുക്കങ്ങനെ ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്യാം. മാർക്കറ്റ് ക്യാപ്പ് ഇത്ര റേഞ്ചിലുള്ളതാണ് വേണ്ടത്. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യകാലത്ത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിങ്ങിലും ഇതിലൊക്കെ ഫോക്കസ് ആയപ്പോൾ അതിനെക്കാട്ടിലും എനിക്ക് ബെറ്ററായി തോന്നിയത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് മൊമെൻ്റം ട്രേഡിങ് കുറേ ടെലിഗ്രാംസിനും അതുപോലെ വലിയ വലിയ കമ്മ്യൂണിറ്റീസിനും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് യൂട്യൂബിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് പിന്നെ അതിന് ശേഷമാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ട്രേഡിങ്ങിൽ ഓരോ സംഭവങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ട്രേഡിങ്ങിൽ ആദ്യം ഞാൻ എൻ്റെതായ രീതിയിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ടിന്യൂസ് ആയി ചെയ്ത് അതിന് ശേഷം ഒരു സ്ട്രാറ്റജി ഒരു ഇൻഡിക്കേറ്റർ ഡെവലപ്പായി. അത് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ പലരും ഓൾറെഡി ഉള്ള ട്രഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇപ്പോൾ RSI, മൂവിങ് ആവറേജസ്, അങ്ങനെയല്ല. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വേറൊരു പെർസ്പെക്റ്റീവ് കൂടെയുണ്ട്. ആക്ച്വലി എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ കുറേ റൂൾസ് ഉണ്ട്. എല്ലാവർക്കും റൂൾസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ റൂൾസിനെയാണ് പ്രോഗ്രാമാറ്റിക്കലി അത് സെറ്റ് ചെയ്തത്. അല്ലെ റൂൾസ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഉണ്ടാവും. ഇപ്പോൾ രാവിലെ 9:15 ട്രേഡ് സെറ്റ് ചെയ്യേണ്ടത്. ഇന്ന ക്യാൻഡിലിന്റെ മേലെ ഇന്ന ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടണം, ഇത്ര വോളിയം ആക്ഷൻ വേണം, അങ്ങനെ പല റൈറ്റ്. അല്ലെങ്കിൽ മൂവിങ് ആവറേജസിന് ഇത്ര ഡിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെ പലരും പല രീതിയിലാണ് അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ പല റൂൾസ് ഉണ്ടാവും. ക്ലോസിംഗ് ബേസിസിൽ ട്രേഡ് എടുക്കുന്നുണ്ട്. അത് ഒരു 3:20 കഴിഞ്ഞിട്ട് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യുന്നവരുണ്ട് സ്വിംഗ് ട്രേഡിങ്ങിന്. അതായത് കുറച്ചും കൂടി എല്ലാം സെറ്റിലായാലോ മാർക്കറ്റ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലരും പല മെത്തേഡാണ് ഈ ഒരു മേഖലയിൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ എൻ്റെതായ രീതിയിൽ സ്ട്രാറ്റജി ഡെവലപ്പായി. അതിനുശേഷം പൈത്തൺ സ്കാനർ ആക്കി. അപ്പോൾ ചാർട്ടിങ്ങിന് ഞാൻ അവിടെ പൈത്തൺ വെച്ച് റീപ്ലേസ് ആക്കി.
അതായത് മറ്റേ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സ്കാനറിന് വേണ്ടിയിട്ട് ചാർട്ടിങ്ങിന് പകരം പൈത്തൺ അവിടെ ആകുമ്പോൾ എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അതായത് ഈ പൈത്തൺ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്കുകളും സ്റ്റഡി ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യണ ഒരു ഫിക്സഡ് സ്റ്റോക്ക് മാത്രമാണോ അതോ? അല്ല, ഞാൻ എൻ്റെ കേസ് NSE ഇപ്പോൾ ഒരു 1500 1600 റേഞ്ചുള്ള അത്രയും സ്റ്റോക്സ് ഓൾറെഡി ഒരു CSV ഫയലിൽ സെറ്റ് ചെയ്ത് അതിനുശേഷം എൻ്റെ കോഡ് റൺ ചെയ്തിട്ട് അതിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് എനിക്ക് ഈ പറയുന്ന 1500 സ്റ്റോക്കും ഇരുന്ന് സെലക്ട് ചെയ്താണോ? അത് അല്ല, 1500 സ്റ്റോക്സ് നമുക്ക് CSV ഫയൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്ട് ചാർട്ടിങ് തന്നെ നമുക്ക് ക്യാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റോക്സ് നമ്മൾ കിട്ടും. 200 കോടിനായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലിക്വിഡിറ്റി ഉള്ള കൺസേൺ കൂടി ഉണ്ടായത് കൊണ്ട് തന്നെ അതിനുശേഷം ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് ചാർട്ടിങ് എന്നുള്ളതിൽ നമുക്ക് കുറേ ബാരിയേഴ്സ് ഉണ്ട്. ചില ക്രൈറ്റീരിയാസും നമുക്ക് അവിടെ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് എല്ലാം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പൈത്തൺ പ്രിഫർ ചെയ്തത്. 5 ACP ഫ്രീ ആണ്. ആരെങ്കിലും പറഞ്ഞതിലേക്ക് വന്നോ തന്നെ? അല്ല, എനിക്ക് ഇതിലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ അശ്വന്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു കൊളീഗായിരുന്നു. അപ്പം ഈ ഒരു ഫീൽഡിൽ ഇത്രയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു സംഭവം, അങ്ങനെയാണ് ഞാനൊരു ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ള മേഖലയിലേക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിനുശേഷം അതിലും എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായത് അവൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയൊരു ഇൻപുട്സ് ആണ്. എന്താ വെച്ചാൽ മെഷീൻ ലേണിംഗ് എങ്ങനെ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. സിമ്പിളായി പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു 10 കൊല്ലത്തെ ഡാറ്റ, ഇത് 10 കൊല്ലത്തെ ട്രേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എവിടെ ഇമ്പ്രൂവ് ചെയ്യണം. അതേമാതിരി നമ്മൾ ഫുൾ ബാക്ക് ടെസ്റ്റ് ഡാറ്റ നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ, അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ക്ലാസിഫയർ, അതുപോലെ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ഉണ്ട്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് മോഡൽ ഇപ്പം ഞാനാണെന്ന് വിചാരിക്കുക, അപ്പോൾ അഭിജിത്തിൻ്റെ ട്രേഡാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി സക്സസ്ഫുൾ ആയ ട്രേഡ്സും ഉണ്ടാവും, ഫോൾസ് ആയ ഇതുണ്ട് ട്രേഡ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഓൾറെഡി സക്സസ്ഫുള്ളും ഫെയിലിയേഴ്സും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കോളംസ് ആയി ഇതാക്കി കഴിഞ്ഞാൽ ഈ മോഡലിന് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ട്രൂത്ത് സിഗ്നൽ, ഏതാണ് ഫോൾസ് സിഗ്നൽ. ട്രൂത്ത് സിഗ്നൽ പറഞ്ഞാൽ ഓൾറെഡി അത് സക്സസ് ആണ്, അത് പ്രോഫിറ്റബിൾ ആണ്. മറ്റേത് ഫോൾസ് സിഗ്നൽസ് ആണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഡാറ്റ സെറ്റ് പഠിക്കും ഒരു മോഡൽ മനസ്സിലാക്കുമ്പോൾ. അതെ, ആ ഒരു മോഡൽ മനസ്സിലാക്കുമ്പോൾ ആ മോഡലിന് മനസ്സിലായി ഏത് അടുത്തൊരു ട്രേഡ് എടുക്കുമ്പോൾ ഈ സിഗ്നൽ ഫോൾ ആയിരിക്കും അതോ ട്രൂത്ത് സിഗ്നൽ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾക്കാണെങ്കിൽ നമ്മൾ കുറേ കാലം ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുറേ ഡാറ്റാസ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക്, അത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മാത്തമാറ്റിക്സ് ആണ്. ആക്ച്വലി പ്രോബബിലിറ്റി ആണ് ഇവിടുത്തെ മെയിൻ ഗെയിം. അതായത് ലോസ് വരും, അതുപോലെ പ്രോഫിറ്റ് ലഭിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ ലോ റിസ്ക് ഹൈ പ്രോബബിൾ കാൻഡിഡേറ്റിനെ പിക്ക് ചെയ്യാനാണ് ഒരു ട്രേഡിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ മെഷീൻ ലേണിംഗ് മോഡൽ നമുക്ക് കുറച്ചും കൂടി ഉപകാരം ഫിൽട്ടർ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഒരു 10 സിഗ്നൽസ് നമ്മളൊരു സ്ട്രാറ്റജി വെച്ച് വന്ന് അതിൽ ഏറ്റവും സാധ്യത, അതായത് പ്രോഫിറ്റബിൾ ആവാൻ സാധ്യതയുള്ള ഒരു 3 സ്റ്റോക്സിനെ ഫിൽട്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ബെറ്റർ അല്ലേ? എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോഴത്തെ കാലത്ത് കുറേ പേര് ഈ സ്റ്റോക്കിൻ്റെ വ്യൂ എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് പറയാം, അല്ലെങ്കിൽ 10 സ്റ്റോക്ക് ഉണ്ട്, ഇതിന്ന് എനിക്ക് ഫിൽട്ടർ ചെയ്ത് തരുമോ, എൻ്റെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് പലരും പല അപ്രോച്ചസ് അങ്ങനെയാണ്. പക്ഷെ ആൾക്കാർക്ക് ഫിൽട്ടർ ചെയ്യാൻ ശരിക്കും ഓൾറെഡി നമ്മളൊരു പ്രിവിലേജ് ആണ് ഈ ഒരു തലമുറയിൽ നമുക്ക് ജീവിക്കുക എന്നുള്ളത്. അതായത് കുറേ ടൂൾസ് നമുക്ക് ഓൾറെഡി നമ്മൾ ബ്ലെസ്ഡ്. അതായത് ഇപ്പോൾ ക്ലൗഡ്, ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് പോലുള്ള ടൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഒരു കോഡിങ് അറിയാത്ത ഒരാൾക്ക് പോലും, ഞാനൊരു കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ല. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BTech ട്രിപ്പിൾ ആണ്. ബട്ട് ഞാൻ എൻ്റെ ഒരു പാഷൻ കാരണം, സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പാഷൻ കാരണമാണ് ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നോക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫീൽഡിൽ, പ്രോഗ്രാമിംഗ് ഫീൽഡിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എനിക്ക് ട്രേഡിങ് എൻ്റെത് എങ്ങനെ ബെറ്റർ ആക്കാം, അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് റിലേറ്റഡ് ആൾക്കാരെ കണക്ട് ചെയ്ത് അതിനനുസരിച്ച് മെഷീൻ ലേണിംഗിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ എൻ്റെ ട്രേഡിങ് അൽഗോരിതം എന്നുള്ള ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ എക്സാക്ട് പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക്. അതായത് ആ ഒരു താല്പര്യമാണോ സഫ്വാന്റെ മൈഫിൽ എത്തിച്ചത്? അതെ, ഇവിടേക്ക് വരാനുള്ള ഒരു കീ ഡ്രൈവൺ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റാണ് ഞാൻ ഇതുവരെ വന്ന എല്ലാ മേഖല നോക്കുകയാണെങ്കിലും അവിടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ സഫാൻ്റെ സിംഗ് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണത് കോമൺ ആയിട്ട് അവൈലബിൾ ആയ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ RSI, മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ പിവറ്റ്, ഫിബൊനാച്ചി, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? സ്വന്തം ക്രിയേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യണേ? ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ എൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി റൂൾസ് എന്നാണ്. പക്ഷേ വേറെ ഓൾറെഡി മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയ ട്രേഡേഴ്സ്, ഫോർ എക്സാമ്പിൾ US ഇൻവെസ്റ്റിംഗ് ചാമ്പ്യൻ ഡേവിഡ് റയാൻ, അതുപോലെ മാർക്ക് മിനർവിനി, അങ്ങനെ
വലിയ ലെജൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തത്. അവരുടെ ടൂൾസ് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട്. ബട്ട് അൽഗോരിതം ഡിഫറെൻ്റ് ആണ്. ഞാൻ എൻ്റെതായ എനിക്കായിട്ട് സെറ്റ് ചെയ്ത കുറേ റൂൾസ്, പിന്നെ അത് ഓട്ടോമേറ്റ്, അതായത് ആ അൽഗോരിതം ഡെവലപ്പാക്കി ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രീനർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യും, അവർക്കറിയില്ല ആ ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പൊതുവെ അങ്ങനെയാണ്. അതുപോലെ ചാർട്ട് പാറ്റേൺസും പലതും അങ്ങനെയാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് പോലും അറിയാതെ വെറുതെ ഇപ്പോൾ RSI ഓവർസോൾഡ്, അതായത് 13 താഴെ വരികയാണെങ്കിൽ ബൈ അങ്ങനെ കണ്ണും പൂട്ടി എടുക്കുന്നവരുണ്ട്. അങ്ങനെ യൂസ് ചെയ്തതിന് ഒരിക്കലും ഇൻഡിക്കേറ്റേഴ്സ് ശരിക്കും ഓൾറെഡി മാർക്കറ്റിലുള്ള ട്രഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ലാഗിങ് ആണ്. പക്ഷെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിനായിട്ട് ഞാൻ പറയുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനോ നല്ലത് കുറച്ചുകൂടി പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ വോളിയം ആക്ഷൻ നോക്കി ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഹയർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് വല്ലതും 50 മിനിറ്റ്സിലോ അങ്ങനെ വല്ലതും കീപ്പ് ചെയ്യുന്നത്, മെയിൻ റെസിസ്റ്റൻസ് സപ്പോർട്ട് അങ്ങനെയുള്ള യൂസ് ചെയ്യണേ. അത് ചെറിയ ടൈം ഫ്രെയിമിലല്ല ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഡെയിലി ടൈം ഫ്രെയിമിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ പോലും 3-4% ക്ലോസിംഗ് ബേസിസിലാണ് ഞാൻ. ഈവൻ ചിലപ്പോൾ ആ വിക്ക് വന്നവിടെ, അതായത് അടിയിൽ വന്നിട്ട് വീണ്ടും അന്ന് ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുക്കുന്ന ക്യാൻഡിൽ മേ ബി ഫോം ചെയ്യാം. ബട്ട് എൻ്റെ ഒരു ക്രൈറ്റീരിയ അങ്ങനെ. പിന്നെ നമ്മൾ ഒരു സ്റ്റോക്കിൽ മാത്രമല്ലല്ലോ ഫുൾ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയി ഇപ്പോൾ റീസെൻ്റ്ലി മാർക്കറ്റ് ഫോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ പല ഇതിൽ നിന്ന് നമുക്ക് ഗ്യാപ് ഡൗൺ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് നമ്മൾ വേറൊരു ഒരേ സെക്ടറിൽ തന്നെ എല്ലാ ക്യാൻഡിഡേറ്റിനും പിക്ക് ചെയ്യാതെ 2-3 സെക്ടേഴ്സിനെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് സെക്ടർ റൊട്ടേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് നമ്മൾ കുറച്ചും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി സക്സസ്ഫുൾ ആയി ട്രേഡിങ്ങിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആകാൻ കഴിയുള്ളൂ. സഫൻ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യണത്? ഇപ്പോൾ കോമൺ നോക്കുവാണെങ്കിൽ എല്ലാവരും എടുക്കുന്ന കുറച്ച് സ്ട്രാറ്റജി, ഫസ്റ്റ് വന്ന് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്, ഇപ്പോൾ SMC അങ്ങനെയുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. സഫൻ ഏതാ പ്രിഫർ ചെയ്യണേ? ഞാൻ പ്രിഫർ ചെയ്യുന്നത് മൊമെൻറ്റം ട്രേഡിംഗ് ആണ്. ഇവിടെയാണ് ശരിക്കും പോക്കറ്റ് പിവറ്റ് വോളിയം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പാറ്റേണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് ക്വസ്റ്റ്യൻ കൂടെ, മൊമെൻറ്റം എങ്ങനെ ആ ഒരു സ്റ്റോക്കിൽ കണ്ടുപിടിക്കണേ? വോളിയം വെച്ചിട്ടാണ് ശരിക്കും നമുക്ക് മൊമെൻറ്റം കണ്ടെത്താൻ കഴിയും. സാധാരണ നമ്മൾ നോക്കുന്ന ഒരു ട്രഡീഷണൽ വോളിയം അല്ല, അത് പോക്കറ്റ് പിവറ്റ് വോളിയം എന്ന് പറയും. അത് ഇന്നത്തെ പോക്കറ്റ് പിവറ്റ് വോളിയം ക്യാൻഡിൽ എന്ന് പറയുന്നത് കറണ്ട്, അതായത് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ അപ്പ് വോളിയം ലാസ്റ്റ് 10 ഡേയ്സിലുണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ് ആ സ്റ്റോക്ക്. അത് പക്ഷേ ഒരു ഫാക്ടർ മാത്രമല്ല, അത് ഫോം ചെയ്ത ഏരിയ, അൽഗോരിതം ഡെവലപ്മെൻറ്റിൽ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ സ്റ്റോക്ക് ചില ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. വേറെ ഈ ഒരു മെത്തേഡല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. മൊമെൻറ്റം ബസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. 3 to 5 ഡേയ്സിൽ 20% മുന്നേറിയ സ്റ്റോക്സ്. ആ സ്റ്റോക്സ് ആക്ച്വലി നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിഡേറ്റ് ആണ്. നെക്സ്റ്റ് പുൾ ബാക്കിൽ ആ ഒരു സ്റ്റോക്ക് റീകവർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ചാർട്ട് പാറ്റേൺസ് അറിയാലോ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോർണിംഗ് സ്റ്റാർ, അങ്ങനെ പല ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ടല്ലോ. അങ്ങനെ ഫോം ചെയ്യുന്നത് ലോ റിസ്ക് ആണത്. അത് 3 to 4% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിഡേറ്റ് ആയിട്ട് അങ്ങനത്തെ സ്റ്റോക്സിനെ കൺസിഡർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന ഒരു വേറെ മെത്തേഡ്, പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ബ്രേക്ക് ഔട്ട് അത്ര ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി അല്ല, പുൾ ബാക്ക് ആണ്. കോമൺലി നോക്കുവാണെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് വെച്ച് ബ്രേക്ക് ഔട്ട് ഇന്ത്യ മാർക്കറ്റിൽ കുറേ ആയിട്ട് ഫെയിൽ ആവുന്നുണ്ട്. അത് മെയിനുള്ള റീസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് മാർക്കറ്റ് ബ്രെഡ്ത്തിനാണ്. മാർക്കറ്റ് ബ്രെഡ്ത്ത് ഗ്രേറ്റർ ദാൻ സെക്ടർ റൊട്ടേഷൻ ഗ്രേറ്റർ ദാൻ സ്റ്റോക്ക് സ്പെസിഫിക് ആണ്. അതായത് മാർക്കറ്റ് എല്ലാവരും നിഫ്റ്റിയുടെ ലെവലൊക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. അതിനായിട്ടും കുറച്ചുകൂടി പ്രിഫറബിൾ എന്ന് വെച്ചാൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിച്ചിൻ്റെ കണ്ടീഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു അഗ്രസീവ് ആവേണ്ട പിച്ചിലാണെങ്കിൽ നമ്മൾ അഗ്രസീവ് ആയിട്ട് തന്നെ കളിക്കുക. റീസെൻ്റ്ലി ഇപ്പോൾ നമുക്കറിയാം വേൾഡ് കപ്പിൽ സൂര്യകുമാർ യാദവ് വന്ന് ഫസ്റ്റ് ബോളിനെ അറ്റാക്ക് ചെയ്ത്, കാരണം അതൊരു ബാറ്റിംഗ് പിച്ചാണ്, അഗ്രസീവായി കളിക്കുക. പക്ഷേ നന്നായിട്ട് ഒരു ബോളിംഗ് പിച്ച് ആണെങ്കിൽ നമ്മൾ ഡിഫെൻസീവ് ആയിട്ടാണ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിലും മാർക്കറ്റിൻ്റെ എൻവയോൺമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് സെനാരിയോ, കറന്റ് വേൾഡ് അതായത് ഗ്ലോബൽ ടെൻഷൻസ് എല്ലാം ഉള്ളൊരു മാർക്കറ്റ് സെനാരിയോ ആണ്. കറണ്ട് സെനാരിയോ നോക്കുകയാണെങ്കിൽ സെക്ടർ റൊട്ടേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതെങ്കിലും വീക്ക് സെക്ടേഴ്സ്, മീഡിയ സെക്ടർ, റിയൽറ്റി സെക്ടറൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ആർ വെരി ഹൈ ആണ്. എന്നാൽ കറണ്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കറന്റ് ഒരു ഫാർമ മേഖല കുറച്ചും കൂടി മൊമെൻറ്റം ഉള്ള ഒരു മേഖലയാണ്. സ്ട്രോങ് വോളിയം ആക്ഷൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോക്കറ്റ് പിവറ്റ് വോളിയം ബേസാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സിൽ നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിക്കും. ഈവൻ മാർക്കറ്റിൽ നമുക്ക് കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് JB കെമിക്കൽസ്, ഫാർമ പോലുള്ള സ്റ്റോക്സ് എല്ലാം അതിൻ്റെ ഹയർ ഹൈ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുക, അതുപോലെ സെക്ടർ റൊട്ടേഷൻ, അതിനുശേഷമാണ് നമ്മൾ സ്റ്റോക്കിലേക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത്.
ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോക്സിൽ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ ഒരു ബൈങ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നമുക്ക് ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷൻ പിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹൈ പ്രോബബിൾ സെറ്റപ്പാണ് നമുക്ക് ഫോം ചെയ്യാം. ഇത് US 3 times US ഇൻവെസ്റ്റിംഗ് ചാമ്പ്യനായ ഡേവിഡ് റയാൻ എന്ന് പറയുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡാണ്. ആൻസ് പാറ്റേൺ എന്നാണ്. ആൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഉറുമ്പുകൾ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ബൈ ചെയ്യുമ്പോൾ ഒറ്റ ദിവസം നല്ലൊരു ബൈയിങ് അല്ല കാണാം. അത് സമയമെടുത്ത്, അതായത് 2 weeksലധികം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് ടെക്നിക്കലി നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതായത് 15 daysൽ 12 daysഉം അപ്പ് ഡേയ്സ് ആയിരിക്കും. 20%-ലധികം മൂവ്മെന്റ് വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ സ്റ്റോക്സ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പിക്ക് ചെയ്യാൻ കഴിയും. 2020 ശേഷം IEX അറിയുന്ന സ്റ്റോക്കിൽ ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. റീസെന്റ് ജീവർണോ പോലുള്ള സ്റ്റോക്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അത് 15 ദിവസം കഴിഞ്ഞാൽ 15ാമത്തെ ദിവസം ബൈ എടുക്കണം എന്നല്ല. നമുക്ക് ഓൾറെഡി മനസ്സിലായി ടെക്നിക്കൽ പാറ്റേൺസ് നോക്കി കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ബൈ വന്നിട്ടുണ്ടാവും. ഈ ആൻസ് പാറ്റേൺ എന്ന് പറയും. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവാൻ കഴിയും ഡേവിഡ് റയാൻ്റെ ആൻസ് പാറ്റേൺ എന്താണെന്നുള്ളത്. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് സ്പോട്ട് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഏതായാലും പുൾ ബാക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഇത് കുറച്ചുകൂടി ബെറ്റർ ഒരു ടൂളാണ് ആക്ച്വലി. റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു? റിസ്ക് മാനേജ്മെന്റ് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ബെസ്റ്റ് സെക്ടർ റൊട്ടേഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതിലാണ്. അതായത് സ്ട്രോങ് സെക്ടേഴ്സിൽ സ്ട്രോങ് കാൻഡിഡേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഡൗൺഫോൾ വരാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ റീസെൻ്റ് നമുക്കറിയാം PSU ബാങ്ക്, അതുപോലെ ഫാർമ, അങ്ങനെ മെറ്റൽ, അങ്ങനെ നമ്മൾ പല മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡിങ് 3 ട്രേഡ്സാണ് അറ്റ് എ ടൈം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൽ. ഇപ്പോൾ 3 സെക്ടർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാനേജബിൾ ആയിരിക്കും. ഒരു സ്റ്റോക്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസ്ക് വന്നു കഴിഞ്ഞാലും കുറച്ചും കൂടി നമ്മളെ പോർട്ട്ഫോളിയോനെ വല്ലാതെ ഇമ്പാക്റ്റ് ആവില്ല. പിന്നെ എപ്പോഴും നമ്മളൊരു ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 3 to 4%, മാക്സിമം 5, അതിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമ്മളതൊരു, അതായത് എല്ലാം ഇതിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ശരിക്കും ലോ റിസ്ക് ഹൈ പ്രോബബിൾ കാൻഡിഡേറ്റ് പിക്ക് ചെയ്യുക എന്നുള്ളത്. അതിന് ഫസ്റ്റ് അറിയേണ്ടത് ചാർട്ട് റീഡിംഗ് ആണ്, ഏതായിരിക്കും ലോ റിസ്ക് ട്രേഡ്സ് എന്നുള്ളത്. പിന്നെ ഇതിന് കുറേ ടൂൾസ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് US ഇൻവെസ്റ്റിംഗ് ചാമ്പ്യനായ മാർക്ക് മിനർവിൻ. ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൂളാണ് മാർക്ക് മിനർവിന് ട്രെൻഡ് ടെംപ്ലേറ്റ്. അത് നമുക്ക് ഒരു 8 ക്രൈറ്റീരിയാസ് ആണ് കൊടുക്കുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത്, അതുപോലെ മൂവിങ് ആവറേജസിൻ്റെ ഇത് 50 വീക്കിൽ നിന്ന് എത്ര ഡൗൺ വരെ ഒരു സ്റ്റോക്കിന് പോകാൻ പറ്റും. അങ്ങനെ ഒരു 8 ക്രൈറ്റീരിയാസ് ആണ്. അതിലൊരു 7 അല്ലെങ്കിൽ 8 ഉള്ള സ്റ്റോക്സ് ഒക്കെ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് ആണ്. അത് ഒറ്റ രീതിയിൽ ഒരു ചാർട്ട് നോക്കിയാൽ സ്റ്റോക്ക് ടെക്നിക്കലി സ്ട്രോങ് ആണോ അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. അങ്ങനെ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന കുറേ ടൂൾസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മളെ ഇവിടുത്തെ റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും RSI, അതുപോലെ സൂപ്പർ ട്രെൻഡ്, ഇങ്ങനത്തെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് ഇത്രയും നമുക്ക് ആൾക്കാരിലേക്ക് ലോസ് അല്ലെങ്കിൽ അവർ ഈ ട്രേഡിങ് സ്കാമാന്ന് പറഞ്ഞു പോകുന്നവർ കൂടുതലും അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ എൻട്രി എടുക്കുന്ന ക്വാണ്ടിറ്റി ടാർഗറ്റ് എത്തുന്നവരെ ഹോൾഡ് ചെയ്യുക, അതോ പാർഷ്യലി എക്സിറ്റ് അടിച്ചിട്ട് റൈഡ് ചെയ്യുമോ? ഇതിൻ്റെ ഒരു വേറൊരു മെത്തേഡ് ഉണ്ട്, സെല്ലിങ് ഇൻ ടു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും ഫിബനാച്ചി റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോക്ക് അതിൻ്റെ ഡൗൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് വ്യൂലൊക്കെ അവൈലബിൾ ആയ ഒരു ടൂളാണ്. അപ്പോൾ നമുക്ക് സെല്ലിങ് ഇൻ ടു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. 50% ക്വാണ്ടിറ്റീസ് എക്സിറ്റ് അടിച്ചതിന് ശേഷം റൈഡ് ചെയ്യാം വേണമെങ്കിൽ സിമ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ആയി 21 ഡെയിലി മൂവിങ് ആവറേജോ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ഒരു റൈഡ് ഫുള്ള് കിട്ടും. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സെൽഫായിട്ടുള്ള പ്രോബ്ലം എന്താ ട്രേഡിങ്ങിൽ? കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സാകുമ്പോഴാണ് നല്ല ട്രേഡേഴ്സിനും ശരിക്കും ഒരു ഇതുണ്ടാവും. നമുക്കറിയാം ചില സ്റ്റോക്സ് നന്നായി പെർഫോം ചെയ്യും, പക്ഷെ നമ്മളെ പുഷ് ചെയ്യില്ല. നമുക്ക് അതിപ്പോൾ എനിക്ക് കുറച്ച് ഡിസിപ്ലിൻ ഉണ്ട്. ഞാൻ സ്റ്റോക്ക് നല്ലതാണ്, നല്ല ടെക്നിക്കൽ പാറ്റേൺ ഫോം ചെയ്താൽ പോലും ചില സ്റ്റോക്സിൽ ഞാൻ എൻട്രി എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരു പ്രീസെറ്റ് റൂൾസ് ഉണ്ട്, അതായത് ഓൾറെഡി ഒരു അൽഗോരിതംസ് ഉണ്ട്. 2 മെത്തേഡ്സിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിലാണ്. ഇതിൽ രണ്ടിലും എൻട്രി വന്നാൽ മാത്രമേ ഞാൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് തന്നെ ചില ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മിസ്സായി പോവാറുണ്ട്. അപ്പോൾ യൂഷ്വലി മനുഷ്യന്മാർക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്ക് കയറുന്നു അറിഞ്ഞിട്ടും ആ സ്റ്റോക്കിൽ ബൈ എടുക്കാത്ത അതെടുത്ത് കഴിഞ്ഞാലെന്ന് വെച്ചാൽ എൻ്റെ ഡിസിപ്ലിൻ അത് ബാധിക്കുന്നു കരുതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവർക്കും വരുന്നൊരു പ്രോബ്ലം ഫോമോ ആണ്. ആ ഒരു സ്റ്റോക്ക് നന്നായി കയറിപ്പോയിനാൽ ഹയർ ലെവലിൽ, ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും ചെയ്തിട്ടായിരിക്കും ഗോൾഡിൻ്റെ ഹയർ ലെവലിലെല്ലാം എല്ലാവരും പോയി എൻട്രി എടുത്തിട്ടുണ്ടാവും. അവർ എല്ലാവരും ചെയ്യുന്ന ഒരു ഇതാണ് ഭയങ്കര ഫോമോ എന്ന് പറയും, ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. ഇത് ഓൾറെഡി ബിഗിനേഴ്സിനായിരിക്കും ഇത് കൂടുതൽ ഉണ്ടാവുക. നല്ലൊരു സ്റ്റോക്ക് കയറി പോകുമ്പോൾ ഈ സ്റ്റോക്ക് ഇനിയും കയറുന്നുള്ളൊരു മെൻറ്റാലിറ്റി. ഇപ്പോൾ ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ആക്ച്വലി നമുക്ക് ഒരു ട്രേഡും മിസ്സാവുന്നില്ല മാർക്കറ്റിൽ ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞാലും അടുത്തൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് എവിടേക്കും പോകുന്നില്ല. മാർക്കറ്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ കയ്യിലെ പൈസ പോകാണ്ടിരുന്നാൽ മതി. അതെ, നമ്മൾ അങ്ങനെ പിടിക്കുമ്പോഴാണ് കൂടുതൽ ലോസ് നമുക്ക് വരുന്നത്. ഒരു ട്രേഡ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ റിവെഞ്ച് ട്രേഡ് എടുക്കുക, അങ്ങനെ അത് ഓൾറെഡി റൂൾസ് ഫോളോ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഓൾറെഡി നമുക്കൊരു പ്രീസെറ്റ് റൂൾസ് നമ്മൾ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ട്രേഡർ, ഈവൻ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും റൂൾസ് വേണം ട്രേഡിൽ. അൽഗോരിതം ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല, ഒരു റൂൾസ് നമുക്ക് പ്രീ ഡിഫൈൻ റൂൾസ് ഉണ്ടാവും. ഈ സക്സസ്ഫുൾ ആൾക്കാരൊരു ഇത് നോക്കുകയാണെങ്കിൽ അവർക്ക് റൂൾസ് ഉണ്ടാവും. അത് റിട്ടേൺ ആയിരിക്കില്ല, ചിലപ്പോൾ അവർ അത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതിലൊരു ഭാഗമാണ് ശരിക്കും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. പലരും എൻട്രി എടുക്കും പക്ഷേ എക്സിറ്റ് അടിക്കില്ല. പിന്നെ ഹയർ ലെവലിൽ ആ സ്റ്റോക്ക് ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് വന്നിട്ട് വീണ്ടും എൻട്രി എടുത്ത ലെവലിലേക്ക് നല്ലൊരു പ്രോഫിറ്റിന് ശേഷമായിരിക്കും മേ ബി ആ ലെവലിലേക്ക് വരിക. അതെന്ന് വെച്ചാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നതും ഇതിൻ്റെ ഒരു ബിഗ് പാർട്ടാണ്. സഫൻ, അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാർ കാരണം നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. പല സെക്ടേഴ്സും നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ IT, ഓട്ടോ സെക്ടർ, പിന്നെ കുറച്ച് നേട്ടം ഉണ്ടെങ്കിൽ മെറ്റലൊക്കെ കുറച്ച് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. സഫാന്റെ പോർട്ട്ഫോളിയോനെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ആക്ച്വലി IT ഞാൻ സ്റ്റോക്സ് ഒന്നും അങ്ങനെ ഈ അടുത്തൊന്നും പിക്ക് ചെയ്തിട്ടില്ല. കാരണം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി വീക്ക് പാറ്റേൺ ആണ്. ഇപ്പോൾ ബോട്ടം ലെവലിൽ പല ബ്രോക്കറേജസും അതിന് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് അറിയില്ല, മേ ബി ഒരു ഡെഡ് ക്യാറ്റ് ബോൺസ് ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡെഡ് ക്യാറ്റ് ബോൺസ് പറഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു സെൽ ഓഫിന് ശേഷം റീറ്റെയിലേഴ്സ് ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ബോട്ടം ലെവലിൽ വരുമ്പോൾ ട്രാപ്പ് ആവുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ശരിക്കും ഡെഡ് ക്യാറ്റ് ബോൺസ് എന്നുള്ളത്. എന്നാൽ ഞാൻ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഓട്ടോ സെക്ടർ ഹയർ ലെവലിൽ മൊമെൻ്റ് ഫേഡിങ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സ് ഞാൻ അത് നല്ല സ്റ്റോക്കാണ്, അത് സ്റ്റോക്ക് റീഗെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അതായത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ എത്ര നല്ല സ്റ്റോക്കാണെങ്കിലും നമ്മൾ മേ ബി നമ്മളെ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മളെ പോർട്ട്ഫോളിയോ ഏറ്റവും നല്ല തിളങ്ങുന്ന സ്റ്റോക്കായിരിക്കും. ബട്ട് നമ്മളൊരു റൂൾസ് ആർ ഫിക്സഡ് ആണ്. അതായത് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ റൂൾസിൽ കാര്യമില്ല. അപ്പോൾ എത്ര നല്ല സ്റ്റോക്കാണെങ്കിലും നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ അതിന് ഇറങ്ങണം. കാരണം ഡിസിപ്ലിനാണ് നമ്മളെ ഏറ്റവും നല്ല ട്രേഡർ ആക്കുന്നത്. എൻ്റെ ഡിസിപ്ലിൻ ഞാൻ ഫോളോ ചെയ്യാനൊരു കാരണം കൂടി ഉണ്ട്. ഡിസിപ്ലിൻ ഈ റൂൾസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ അത് ഞാൻ ഫോഴ്സ്ഫുള്ളി അത് അപ്ലൈ ചെയ്യും മാർക്കറ്റിൽ. അതിപ്പോൾ ഓൾറെഡി എനിക്കറിയാം എക്സിറ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം എനിക്ക് അലേർട്ടായി ഇത് എക്സിറ്റ് ആണെന്നുള്ളത്. അത് എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും ഞാൻ അത് ബോധറിയില്ല. കാരണം അതിനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ മാർക്കറ്റിലേക്ക് വേറൊരു മൊമെൻറ്റ് സ്റ്റോക്സ് കിട്ടും. റീസെയിൽ ഇപ്പോൾ ഫാർമ സെക്ടർ വീണ്ടും ഒരു മൊമെൻറ്റം, അതായത് മൊമെൻറ്റത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത സെക്ടറിലെ സ്റ്റോക്കിൽ പിടിക്കണം. അത് എൻ്റെ ഒരു തീരുമാനം ശരിയാണെന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ റീസെയിൽ കാണിച്ചത്. ഓട്ടോ സെക്ടർ കറൻ്റ് വീക്ക് സ്റ്റേറ്റിലേക്ക് പോയി മൊമെൻറ്റ് ഹയർ ലെവലിൽ ഫേഡ് ചെയ്യാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. പിന്നെ പലരും ഇപ്പോൾ നന്നായി ഇടിഞ്ഞ സെക്ടേഴ്സിൽ നിന്നും സ്റ്റോക്സിൽ ചില സ്റ്റോക്സിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു സ്വിംഗ് ട്രേഡിൻ്റെ പെർസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് മേ ബി അവർ വാല്യുവേഷനും അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. എന്നാലും ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് ഒരിക്കലും അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് പോകാൻ പറ്റില്ല. മേ ബി ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് നടന്ന സെക്ടേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ആ സ്റ്റോക്സ് ഇപ്പോൾ റീസെൻ്റ് നമുക്കറിയാം മീഡിയ സെക്ടർ, സരിഗമ, അതുപോലെ കെയ്ൻസ് ടെക്നോളജീസ്, അങ്ങനെ പല സ്റ്റോക്സിലും നമുക്ക് ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ്. വേറെ സ്റ്റോക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിഗോ ഹയർ ലെവലിൽ ഒരു നല്ലൊരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഫോം ചെയ്തത്. അതിനുശേഷം ആ സ്റ്റോക്കിന് ഒരിക്കലും ആ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ വോളിയം എന്നുള്ള ഫാക്ടർ ശരിക്കും മാർക്കറ്റിൽ ടു ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസിലായിരിക്കണം ശരിക്കും നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാനും അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസം വാറിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇൻഡിഗോയുടെ സ്റ്റോക്കിനൊക്കെ നല്ല രീതിയിൽ ഇടികൊണ്ടുണ്ടായിരുന്നു. അതെ. ഇനിയിപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സഫൻ സിംഗാണ് നോക്കുന്നത്. അതെ. അപ്പോൾ സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഒരാഴ്ച കൊണ്ട് എത്താം, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് എത്താം. അതെ. ഇപ്പം സിംഗ് നോക്കുന്ന രീതിക്ക് സഫൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് വെക്കുന്ന ഒരു സമയം എത്ര എടുക്കാറുണ്ട്? ഞാൻ ആക്ച്വലി ഒരിക്കലും ടോപ്പ് പ്രിഡിക്റ്റ് ചെയ്യാൻ നോക്കാറില്ല. ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈഡ് ചെയ്യാനാണ് നോക്കാറുള്ളത് പൊതുവേ. അതിൽ ഇനി അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് അത്രയും വീക്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് മാർക്കറ്റ് ബ്രെഡ്ത്ത് പറയുന്ന ഒരു പലരും പല രീതിയിലാണ് മാർക്കറ്റ് ബ്രെഡ്ത്തിനെ നോക്കുന്നത്. ഞാൻ എൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ആക്യുറസി ആ മാർക്കറ്റ് സിനാരിയിൽ ഇപ്പോൾ ഒരു എൻ്റെ ഇതിൽ 10 സിഗ്നൽസ് അറ്റ് എ ടൈം ഉണ്ട്. അപ്പോൾ അത് ഫോളോ ത്രൂ ക്യാനൽ പറയും. ഇന്നിപ്പോൾ ഒരു ബൈ സിഗ്നൽ വന്ന് നാളെയും ഫോളോ ത്രൂ ക്യാനൽ, നല്ലൊരു വോളിയം ക്യാനൽ നെക്സ്റ്റ് ടൈം ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാനൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ത്രൂ ക്യാനൽ. ശരിക്കും ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ത്രൂ ക്യാനൽ ഫോം ചെയ്യുക എന്നുള്ളത് പല രീതിയിലാണ് പല ആൾക്കാരും ഫോളോ ത്രൂ ക്യാനൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ഒരു വോളിയം ആക്ഷനാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോ ആക്ച്വലി എൻ്റെ ഒരു ട്രേഡിംഗ് മെത്തേഡിന്
കുറച്ചും കൂടി അനുയോജ്യമാണ്. അപ്പം ഞാൻ ആ ഒരു മെത്തേഡിൽ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടാണ് ട്രേഡിംഗ് പൊസിഷൻസ് നോക്കുക. അല്ല ഒരു വീക്ക് മാർക്കറ്റ് സിനാരിയോ ആണെങ്കിൽ ഇപ്പോൾ കറന്റ് ടെക്നിക്കലി വീക്കാണ് മാർക്കറ്റ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ കറന്റ് വീക്കാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ എക്സ്പോഷർ, അതായത് പോർട്ട്ഫോളിയോൻ്റെ എക്സ്പോഷർ കുറക്കുന്ന ഒരു മെത്തേഡായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓപ്ഷനെ പോലെ തന്നെ മറ്റേ ഡെൽറ്റ അങ്ങനത്തെ ഡിക്ക് ഒന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു പൊസിഷൻ എടുത്തവർ ലോസ് വന്നാൽ തന്നെ എക്സിറ്റ് ആവുന്നില്ല. കാരണം എന്താ, ഇത് എന്തെങ്കിലും കയറുമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേർ എനിക്കറിയാം. ഈ ഒരു തീരുമാനം അല്ല, മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതിപ്പോൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും അവർ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും അത് കിട്ടണം. കാരണം നമുക്ക് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയണം ഈ ഒരു സ്റ്റോക്കിൽ എത്ര റിസ്ക് നമ്മൾ എടുക്കണം എന്നില്ല. പല ആൾക്കാരും ഇപ്പോൾ ട്രേഡിങ്ങിനൊക്കെ വേണ്ടി ലോണൊക്കെ എടുത്തെങ്ങാണ്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കൂടുതലും നമ്മൾ സൈക്കോളജിക്കലി ഡൗൺ ആവുക ചെയ്യുക. ശരിക്കും ഒരു സ്റ്റോക്ക് ഒരു 4% 5% ഡൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഇനി തിരിച്ച് കയറും. പല സ്റ്റോക്സ് അങ്ങനെ തിരിച്ച് കയറാറില്ല. ഇപ്പോൾ ഒരു മാർക്കറ്റ് ക്രാഷ് അല്ലെങ്കിൽ മാർക്കറ്റ് നല്ലൊരു കറക്ഷനിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നന്നായി കയറിയ സ്റ്റോക്സും കയറണമെന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത സെക്ടർ റൊട്ടേറ്റ് ചെയ്ത് വേറെ സെക്ടറിലായിരിക്കും മൊമെന്റ് വരിക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ട്രേഡിംഗ് സിമ്പിളായി പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻ തന്നെയാണ്. അപ്പോൾ ഡിസിപ്ലിൻ പല രീതിയിൽ, ചിലർക്ക് ഡിസിപ്ലിൻ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നത് കുറേ റൂൾസ് ഉണ്ടാവും, പക്ഷേ ആ റൂൾസ് ഫോളോ ചെയ്യില്ല. അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ സ്റ്റോക്സ് നമ്മൾ ഒന്നുമില്ല ഒരു പുസ്തകത്തിലാണെങ്കിൽ പോലും എഴുതി വെക്കണം, ഒന്നുകിൽ അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് അതിന് ഞാൻ ആ ഒരു റൂൾസിനെ ഞാൻ കോഡിങ് വഴി അത് ഓട്ടോമേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് വേറെ റൂൾസിന് പുറത്ത് ഞാൻ ട്രേഡ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ആർ വെരി ലോ ആണ്. അങ്ങനെ നമ്മളെ ഒരു അൽഗോരിതം നമ്മൾക്ക് ഒരു ഏറ്റവും ബെറ്റർ എന്താണ് നമ്മൾ റൂൾസ് ഫോളോ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്നുണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്യണം. ഡിസിപ്ലിൻ ആണ് നമ്മളെ ശരിക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്തിരുന്നാൽ പോലും ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നും അറിയാത്ത ഈ മാർക്കറ്റിൽ ബിഗിനറായി വന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പുതിയൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ എന്ത് വേണമെങ്കിലും ലാസ്റ്റ് 5 ഇയേഴ്സിലെ ടോപ്പ് വിന്നേഴ്സ് പല സ്റ്റോക്സും മൾട്ടി ബാഗ് റിട്ടേൺസ് തന്നിടും. അപ്പോൾ അതിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്തുകൊണ്ട് ഈ സ്റ്റോക്കിൽ ബൈ നിന്ന് ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ആക്ച്വലി ഞാൻ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുമ്പോൾ പാസ്റ്റ് വിന്നേഴ്സ് എന്നാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ BSE പോലുള്ള സ്റ്റോക്സ് ഒക്കെ എനിക്ക് നന്നായി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷൻ പാറ്റേൺസ് ഫോം ചെയ്യുന്നതൊക്കെ സ്പോട്ട് ചെയ്യാൻ നമുക്ക് അങ്ങനെ കഴിയും. വിന്നേഴ്സ് സ്റ്റോക്സ് എന്നാണ് പലതും, ഡിക്സൺ ടെക്നോളജീസ്, അങ്ങനെ പല വിന്നിങ് സ്റ്റോക്സ് എന്നാണ് ശരിക്കും നമുക്ക് പുതിയൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യാൻ നമുക്ക് അങ്ങനെ ചാർട്ട് പാറ്റേൺസ് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഫാന, ഈ ട്രേഡിങ് നമുക്ക് ഒരു ഫുൾ ടൈം ആയിട്ട് കൊണ്ടുപോകണോ അതോ നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ ഇൻകം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്? എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു അതർ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് വേണം. നമ്മളല്ലെങ്കിൽ മെൻ്റലി കുറച്ചും കൂടി പ്രഷർ ആയിരിക്കും. ഇതിന് ഇത്ര പ്രോഫിറ്റ് ഒരു ദിവസം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടണം. നമ്മൾ കുറച്ചും കൂടി പ്രഷറൈസ്ഡ് ആയിരിക്കും. നമുക്ക് എല്ലാ മാർക്കറ്റിലും ട്രേഡ് എടുക്കാൻ പറ്റില്ല. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഫുൾ ടൈം ഇതിൽ ട്രേഡറായി ജോബെല്ലാം ഒഴിവാക്കി ഈ ഒരു മേഖലയിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മെൻ്റലി നമ്മൾ ഫോഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ റിട്ടേൺസ് നമ്മൾ കൺസേൺസ് ആയിരിക്കും. അപ്പോൾ എല്ലാ മാർക്കറ്റ് സെനാരിയോ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കറന്റ് മാർക്കറ്റ് സെനാരിയോ ഇനി ബെസ്റ്റ് എക്സാം ആണ്. ഇപ്പോൾ വാർ ടെൻഷൻസ് അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റ് സെനാരിയോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ പാർഷ്യലി ഇൻവോൾവ് ആവുന്നതായിരിക്കും ഒരു ബെറ്റർ അപ്രോച്ച്. ഇതാണ് എനിക്കൊരു കീ ഇൻസൈറ്റ് ആയി മൈഫിൻ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.